ഈ ഹൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന് കുറച്ച് പാടാണ്. പിന്നെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ പോയൊരു കയറ്റം കയറുന്ന സമയത്ത് ഒരു 190-180 കിലോമീറ്റർ റേഞ്ച് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ അതേ ഇറക്കം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇറഗുലാരിറ്റീസൊക്കെ ഈ വണ്ടി അറിയുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ചിലപ്പോൾ വേറെ പല ബ്രാൻഡ്സിൻ്റെ നമ്മൾ ഇതിനെ എനിക്ക് ഇത്രയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പലരെയും EV എടുക്കുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന മേജർ ഒരു ഫാക്ടറാണ് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ടിയാഗോ ഇവിയുടെ റിവ്യൂ ഞാൻ കുറേ തവണ ചെയ്തതാണ്. ഞാൻ ലോങ് ടേമറായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, എൻ്റെ ഫേവറേറ്റ് വെഹിക്കിളിലൊന്നാണ്. അപ്പോൾ ടാറ്റയോട് പറഞ്ഞ് ഞാൻ ചോദിച്ചു മേടിച്ചാണ് നമുക്കിത് ലോങ് ടേമർ റിവ്യൂ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ലോങ് ടേമർ റിവ്യൂവിൻ്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഓർത്തു സാധാരണ നമ്മൾ ഈ എറണാകുളം പാല അല്ലെങ്കിൽ ചെറിയ കുറച്ച് ഡിസ്റ്റൻസുകളല്ലേ പോകുന്നത്. ഇന്ന് അതിന് പകരം ഒരു ലോങ് നമ്മൾ EVയിൽ പോകുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ സന്ദീപുണ്ട്, മാത്തനുണ്ട്, നമ്മുടെ അനലിയുണ്ട്, അമലയുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ രാവിലെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് കയറ്റ് നമ്മുടെ പാലായിൽ നിന്ന് തേക്കടി വരെ വിട്ടു. തേക്കടി വരെ എന്ന് പറയുന്നത് ഏകദേശം ഒരു 80-85 കിലോമീറ്റർ ഹൈ റേഞ്ച് കയറിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുട്ടിക്കാനത്ത് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് 35% സംതിങ് ഇവൻ ഡ്രെയിൻഡായി, 40% സംതിങ് ഡ്രെയിൻഡായി. അത് കയറ്റായതുകൊണ്ട് പെട്ടെന്ന് ഡ്രെയിൻഡാവും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് സെയിം തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ 40 നമ്മൾ താഴെ വരുമ്പോഴും കാണും റീജൻ കാരണം. കയറ്റം കയറുമ്പോൾ എന്താണെങ്കിലും എഫിഷ്യൻസി കുറച്ച് കുറയും. പക്ഷേ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണ്. നമ്മൾ കുട്ടിക്കാനത്ത് നിന്ന് ചാർജ് ചെയ്തു, അത് നമ്മൾ തേക്കടി ബോട്ടിംഗ് പോയിന്റിൽ വന്നു. ഇപ്പോൾ ദാണ്ട് തേക്കടി ബോട്ടിംഗ് പോയിന്റിൽ തന്നെയാണ്. എന്നിട്ട് അത്രയേ ഓടി ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമ്പ് എത്തുന്നതിന് മുമ്പ് കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ 55-60% ബാറ്ററി റിമൈനിങ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊരു ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ കമ്പത്ത് പോയി കുത്തിയിട്ടിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലോങ് റേഞ്ച് നമ്മളിപ്പം ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിലും പോകുമ്പം EV എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഈ ഒരു റിവ്യൂയിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന. അപ്പോൾ ഇതൊരു വ്ളോഗ് സ്റ്റൈലിൽ തന്നെ ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത്രയും നേരം ഞാനാണ് ഓടിച്ചപ്പോൾ ഇപ്പോൾ അമല ഓടിക്കണം എന്നുള്ളൊരു ഗോളിലാണ്. അപ്പോൾ അവളിപ്പോൾ ഓടിക്കുമ്പം ഇതിൻ്റെ അകത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കണ്ടു കേട്ടോ. ക്രൂസ് കൺട്രോൾ ഇത്രയും യൂസ്ഫുൾ ആവുന്നത് ശരിക്കും EV വരുമ്പോഴാണ്. അപ്പോൾ അതാണ്ട് ക്രൂസിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി മാക്സിമം എഫിഷ്യൻ്റിൽ റൺ ചെയ്തോളും. പിന്നെ എന്താ പറയേണ്ടത്, അത്യാവശ്യം നമുക്കൊരു കയറ്റം കയറുന്ന സമയത്ത് ഒരു 190-180 കിലോമീറ്റർ റേഞ്ച് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ അതേ ഇറക്കം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 220 എന്നുള്ളൊരു റേഞ്ചിലേക്ക് തിരിച്ചെത്തിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ എപ്പോഴും കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കുറയുന്നുള്ള ഓർത്തോണം. EV വരുന്ന സിനാരിയിൽ ഒരു 20% എങ്കിലും ഡ്രോപ്പ് കാണും. പിന്നെ AC ക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. ഒരു ഈക്കോൺ ഉണ്ട്, ഈ കാണുന്ന പോലെ ഒരു ഈക്കോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു നോർമൽ AC ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പോർട്സ് മോഡുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നാൽ മാത്രം അത് യൂസ് ചെയ്യുക. ഇത് ശരിക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മൾ 2 പേരൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് കുറച്ചുകൂടി ലൈറ്റ് ഫീൽ വരുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ 5 പേരുണ്ട്. മാത്ത സേ ഹായ്, സേ ഹായ്. ഞങ്ങൾ 5 പേരുണ്ട്. ഇതാണ് സന്ദീപിന് കിട്ടുന്ന ലെഗ് സ്പേസ്. പുള്ളി ഫുട്ബോളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്, ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമല ഇത്രയും ഗേറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്ര ലെഗ് സ്പേസ് കിട്ടുന്നില്ല. അത്ര ലെഗ് സ്പേസ് വരത്തില്ല. പക്ഷെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞിക്കാർ. വളരെയധികം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും യാത്രാസുഖത്തിൻ്റെ കേസാണ്. എങ്ങനെയുണ്ട് സന്ദേശം, ശരിക്കും എങ്ങനെയുണ്ട് ഈ വണ്ടി? എങ്ങനെയുണ്ട് അല്ലേ? ഭയങ്കര രസമല്ലേ മാത്ത? പുള്ളിനൊരു മുന്തിരിത്തോടെ നിർത്തിയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. അപ്പോൾ AC ക്ക് നല്ല കൂളിംഗ് ഉണ്ട്. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇരുന്നത്. ശരിക്കും നമ്മളൊരു ഫിലിമും കൂടെ ഒട്ടിച്ച സെറ്റാണ്. സസ്പെൻഷൻ ആണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല യാത്രാസുഖം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നു. നിന്റെ ഗ്ലാൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്നെ യാത്രാസുഖം മാത്രം ഇതിന് വേണ്ട. നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പൊളിച്ചിരുന്നോ? എന്നാ നമ്മൾ ഹസ്കി ഡാൻസ് കളിക്കണം എനിക്ക്. ഞങ്ങൾ ദാണ്ട് ഇവിടെ ജിയോടെ ഇവിടെ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടേക്കുക. അപ്പോൾ ദാണ്ട് ജിയോടെ തന്നെ ഒരു അടിപൊളി കഫേ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ എന്താണ്ട് അമ്മയുടെ അടുത്ത് മാറി ഞാൻ ദാണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈവിംഗ് പ്രോസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ആ ചെറിയ ഇറഗുലാരിറ്റീസൊക്കെ ഈ വണ്ടി അറിയുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോൾ ചിലപ്പോൾ വേറെ പല ബ്രാൻഡ്സിൻ്റെ നമ്മൾ ഈ ഒരു എൻട്രി ലെവൽ വെഹിക്കിൾസൊക്കെ എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്താണ്ട് പുതിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ടിയാഗോ എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. റീജൻ 3 രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഒരു ഈക്കോൺ വരുന്നുണ്ട്. പുതിയൊരു ഡിജിറ്റൽ മീറ്റർ, പഴയത് വെച്ച് നോക്കും പുതിയത് ഒരെണ്ണമാണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇവന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേഞ്ചിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ ലോങ് റേഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന് കുറച്ച്, അതായത് ലോങ് റേഞ്ച് അല്ല, ഈ ഹൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന് കുറച്ച് പാടാണ്.
നമ്മൾ കയറ്റമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും. പക്ഷേ അതേ സെയിം സാധനം നമ്മൾ ഒരേ സ്ഥലത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ചാർജ് ഏകദേശം 58%. ഞാനിപ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 20-30% ഡ്രെയിൻ ഉണ്ടാവും. ഒരു കിലോമീറ്റർ 1% ഒക്കെ വെച്ച് നല്ല കയറ്റം. ഇപ്പം നമ്മൾ 5 പേരുടെ ഉണ്ടല്ലോ, അത് ഡ്രെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പം, അതായത് തിരിച്ച് ഇതേ സെയിം ഇറങ്ങി വരുമ്പോൾ അതിലും കൂടുതൽ കാണും, റീജൻ ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. മൊത്തത്തിൽ വളരെയധികം കൺവീനിയൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ചാർജിങ് സ്റ്റേഷനുകൾ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഞങ്ങൾ പോയൊരു GOBPയുടെ ചാർജിങ് സ്റ്റേഷനിൽ അവിടെ കറണ്ട് പോയി. ഇവിടെ എന്തൊരു ആക്സിഡൻറ്റ് നടന്ന് കറണ്ട് പോയതുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ചു, അയ്യോ കറണ്ട് ഇല്ല എന്ത് ചെയ്യുന്നുള്ളത്. പക്ഷേ അപ്പോൾ തന്നെ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ഓണാക്കിയിട്ട് എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ ചാർജ് ചെയ്തു. അങ്ങനെ നമ്മൾ താണ്ടെ അടിപൊളിയായിട്ട് തിരിച്ച് ഇപ്പോൾ തമിഴ്നാട് നിന്ന് വിട്ടു. ശരിക്കും കറുത്ത് പോയതുണ്ട്, കല്യാണച്ചൊക്കെ ഇരിക്കുന്നു നോക്കി. അയ്യോ ടാനടിച്ച് എൻ്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. കാറിൻ്റെ സൈഡ് സീറ്റിലിരുന്നാൽ വെയിലടിക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രം ഇത്ര നേരം നടുക്ക ഇരുന്നിട്ടിരുന്നു. എന്നിട്ട് അവനെ ബുള്ളറ്റ് കയറിപ്പോയ പോക്ക് കാണാൻ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഹൗ വാസ് ദ ബുള്ളറ്റ് റൈഡ്? എക്സ്പ്ലോറിംഗ് കമ്പോ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. പിന്നെ നമ്മുടെ സുന്ദരൻ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബിരിയാണി കഴിച്ചു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കുട്ടിക്കാനത്തേക്ക് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ അവിടെ നിന്ന് ചാർജ് ചെയ്യാനിടാൻ വേണമെങ്കിൽ ആ ചായ കുടിക്കുന്ന സമയത്ത്, എന്നിട്ട് ഐ വിൽ കം ബാക്ക് ടു യു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞില്ല, ഏകദേശം നമ്മൾ കുട്ടിക്കാനത്തെത്തി. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ആ ഒരു വളരെയധികം ചൂടുള്ളൊരു ക്ലൈമറ്റിൽ പോലും ഇവന് അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. ഹില്ല് കയറുന്ന സമയത്ത് എന്താണെങ്കിലും റേഞ്ച് കുറയും, പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അതുപോലെ തന്നെ കൂടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ തേക്കടിയിൽ നിന്ന സമയത്ത് 55% താഴെ നമ്മൾ മറ്റേ കമ്പല്ലേ കമ്പം എത്തിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 56-57, അതായത് റേഞ്ച് കൂടുകയാണ് ചെയ്തത്. അതുപോലെ തിരിച്ച് കയറുമ്പോൾ പെട്ടെന്ന് കയറും. പക്ഷേ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു 30-40% ഉണ്ട്. ഇത് വെച്ച് നമുക്ക് പാലാ വരെ ചെല്ലാൻ പറ്റും. കാരണം എന്താ, ഇനി മുഴുവൻ ഇറക്കാം. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ കുട്ടിക്കാനത്ത് നിന്ന് ചാർജ് ചെയ്യുകയാണ്. അതാ പറഞ്ഞത്, ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ 2 ഉണ്ട്. ദാണ്ട് ഇവിടെ നമ്മുടെ തേയിലയിൽ അവിടെ 2 വരുന്നുണ്ട്. ദാണ്ട് ഇവിടെ ഏറ്റവും പുതിയതായിട്ട് വെച്ചിട്ടുള്ള സിയോൻ്റെ 2 വരുന്നുണ്ട്. അതുകൊണ്ട് EV യൂസ് ചെയ്യുക, EV ലോങ് ടേം പോകുക എന്നുള്ളത് ഇനിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 400 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 400 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ടു മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 500 രൂപയുടെ ചാർജ് വരും. പക്ഷേ അത് 500 എബോവ് വരുമായിരിക്കും. ഒരു ചാർജ് നമ്മൾ വീട്ടിൽ നിന്നാണ് ചെയ്ത്. ആ സെയിം കിലോമീറ്റർ നിങ്ങൾ മറ്റേ വെഹിക്കിളിൽ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, 400 കിലോമീറ്റർ നമ്മുടെ BMO അല്ലെങ്കിൽ ഒരു ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4000 കിലോമീറ്റർ, 4000 രൂപ 3000 രൂപ അടുത്ത് ഡീസൽ ചിലവ് വരും. പിന്നെ ഇപ്പോൾ ഞാനൊരു സാധനം കേട്ടു, സത്യമാണെന്ന് എനിക്കറിയത്തില്ല, ഡീസലിന് ഇലക്ഷൻ കഴിയുമ്പോൾ 30 രൂപയും പെട്രോളിന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് 19 രൂപയും കൂട്ടുന്നൊക്കെ പറഞ്ഞ് കുറച്ച് ക്ലിപ്പൊക്കെ കണ്ടു. ഒറിജിനലാണോ അല്ലേന്നൊന്നും എനിക്കറിയത്തില്ല. അതും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ തൻ്റെ ടിയാഗോ EVയുടെ സന്ധ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതിനെ എനിക്ക് ഇത്രയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇത് 14 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് വരുന്നത്. നല്ല കുഷനി എഫക്റ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എത്ര ഇട്ട് ഓടിച്ചാലും നമ്മൾ ഒട്ടും മടുക്കത്തില്ല. നമ്മൾ നല്ല സ്റ്റേൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കയറിയത് എങ്ങനെയാണ് ആ ഒരു ഫീലിംഗിൽ തന്നെ പോകും. ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടി 5GV ആണ്. ഒരു 15 ലക്ഷം രൂപയ്ക്ക് അണ്ടറിൽ നിങ്ങളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ 5GV ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. എന്താണെന്ന് പറഞ്ഞാൽ 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നുണ്ട്. ഇതിന് 200 കിട്ടുന്നതെങ്കിൽ, ഇതിനിപ്പോൾ 200 കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് 350 അഷ്വേർഡാണ്. യു ഡൂ ദ മാത്ത്. ഇപ്പോൾ നമ്മളൊരു കയറ്റമൊക്കെ കയറുന്ന സമയത്താണെങ്കിൽ 300 കിലോമീറ്റർ കിട്ടും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിന് വേണ്ടി 23, അതായത് പലരും എന്നോട് പറഞ്ഞതിന് 17 സപ്പോർട്ട് ചെയ്തുള്ളൂ എന്നുള്ളതല്ല. പുതിയ മോഡൽ വന്നപ്പോൾ 23-24 kW സംതിങ് വരെ ഇവന് സപ്പോർട്ട് ചെയ്യും ചില SOCയിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഴയ ടിയാഗോനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ ഇവൻ ചാർജ് കയറുന്നുണ്ട്. ഇനി നമ്മുടെ 5GV ആണെങ്കിൽ ഉണ്ടല്ലോ, എത്ര സ്പീഡെന്നറിയോ? എനിക്ക് തോന്നുന്നു ഏകദേശം 20 തൊട്ട് 80% വരെ കയറാൻ നമുക്ക് ഏതാണ്ട് 24 മിനിറ്റ് മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോവാട്ട് 65 കിലോവാട്ടിൽ അത് ചാർജ് കയറും. ലൈഫ് ടൈം വാറണ്ടി വരുന്നുണ്ട്. ഇതിന് ഇനി ഉടനെ അപ്ഡേറ്റ് വരുമെന്ന് വിചാരിക്കും. കാരണം ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ഏകദേശം 12 ലക്ഷം രൂപ വരും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഗോ ഫോർ ദ സ്മാർട്ട് 5GV വേരിയൻറ്റ്. ടിയാഗോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ്. കുറച്ചുകൂടെ ഒരു ലോവർ ബാറ്ററി പാക്കാണ് നോക്കുന്നതെങ്കിൽ ടിയാഗോയിലോട്ട് പോകും, ഒരു ചെറിയ കാർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ആഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അകലെ ദിസ് ഈസ് യുവർ ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.